Ujjwal 14. Ujjwal 14. Ujjwal 14. മോനെന്താ ചിരിക്കില്ലേ? ചിരിക്കും. ചിരി വരുന്നില്ലല്ലോ മോനെ. പിന്നെ നിങ്ങൾ മോനെ വേറെ എവിടെയെങ്കിലും കാണിച്ചായിരുന്നോ? സത്യം പറയണ എന്നോട്. നമുക്ക് ഞാൻ പറയില്ലേ, ഓനെ ഞങ്ങള് മൊയ്തു എന്ന് പറയുന്ന ഒരു കക്ഷിയുടെ അടുത്ത് കൊണ്ടുപോയി കാണിച്ചു. ഡോക്ടറാണോ? അല്ല അയാളൊരു മന്ത്രവാദിയാണ്. അത് അത്ര സുഖമില്ല. വളരെ മോശമായി. നിങ്ങളോട് എനിക്കൊരു റെസ്പെക്ട് ഉണ്ടായിരുന്നു. എന്തായത് നിങ്ങൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കണേ? അതെ, നിങ്ങൾക്ക് കുറച്ച് കോമൺ സെൻസോട് ചിന്തിക്കുന്നേ. അത് പോട്ടെ. പിന്നെ അതല്ലാതെ തന്നെ ഉള്ളൂ. പിന്നെ വേറൊരാളെ കൂടെ കാണിച്ചു. അതാരാ? അത് പ്യാരിജാദ് എന്ന് പറയുന്ന ഒരു കക്ഷി. ഈ യൂട്യൂബിലൊക്കെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ വീഡിയോ ഒക്കെ ഇടണ പാലാരിവട്ടം പ്യാരിജാദ്. ഷെയിം ഓൺ യു പാരന്റ്സ്, ഷെയിം ഓൺ യു. നിങ്ങൾക്ക് വേറെ ആരെയും കിട്ടിയില്ല? ആ വായി നോക്കിയെടുത്ത് പോയിട്ടാണോ നിങ്ങൾ വന്നേക്കണേ? അയ്യേ, അവൻ എന്തറിയാന്ന്? അവന് ഒരു ചുക്കും ചുണ്ണാപ്പും അറിയില്ല. അവൻ വെറും വേസ്റ്റാണ്. ആ ലെവലാതി റാസ്കൽ. അവനോട് പറയും, കാശുണ്ടാക്കണമെങ്കിൽ വല്ല മോഷണത്തിനെ പിടിച്ചു പറിക്കാൻ പോകാൻ പറയും. അല്ല, അങ്ങനല്ല. ഞങ്ങളെ പോലുള്ളവർക്ക് ചീത്തപ്പേരുണ്ടാക്കാനായിട്ടാണ് ഇവൻ ഒരു യൂട്യൂബായിട്ട് ആൾക്കാരെ യൂസ്ലെസ് ഫെല്ലോ. അതെ അതെ, ചിന്ത പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവനുണ്ടല്ലോ, അവൻ വളരെ കൾച്ചറൽസ് ആണ്. അല്ല സാറേ, ഞങ്ങള് അങ്ങോട്ട് ഇനി പോകുന്നില്ലല്ലോ. അതെ, അത് പോട്ടെ. നിങ്ങൾ ഫീസ് വല്ലതും കൊടുത്തോ? ഫീസ് ഇല്ല, ചെറിയൊരു പൈസ കൊടുത്തു. എത്ര കൊടുത്തു? 1000 രൂപ കൊടുത്തു. 1000 കൊടുത്തുള്ളൂ അല്ലേ? അത് കുഴപ്പമില്ല. നിങ്ങൾക്കത് വലിയൊരു നഷ്ടം വന്നില്ല. ഞാൻ തന്നെ ഇപ്പൊ 14,000 രൂപ വാങ്ങണുണ്ട് കേട്ടോ. അതുകൊണ്ട് അതൊരു ഇതാണ് പോയി. പിന്നെ അവൻ 1000 രൂപ കൊടുത്തു എന്ന് പറയുമ്പോൾ അത് അവൻ ഒട്ടും അർഹിക്കുന്നില്ല. അവൻ ഒരു നയ പൈസ അർഹിക്കാത്ത വെറും ഒരു അഴുക്ക് വൃത്തികെട്ടവനാണ്. സാറേ, ഇനിയിപ്പം ഇവന്റെ കാര്യം ഒന്ന് പറ. ഇവനാണെങ്കിൽ സ്കൂളിൽ പോവില്ല, ഒരു ഭക്ഷണവും കഴിക്കൂല. നിർബന്ധിച്ച് കൊടുത്താൽ അപ്പൊ തന്നെ ഛർദിക്കുകയും ചെയ്യും. എന്ത് ചെയ്യും? 10ാം ക്ലാസ് കഴിഞ്ഞിട്ടില്ലല്ലോ. യവനല്ലെന്നേ, അവനെ ആ പ്യാരിജാതൻ 10ാം ക്ലാസ് അല്ലേ. അവൻ 8ാം ക്ലാസ്സിൽ വെച്ച് പഠിപ്പ് നിർത്തിയാണ്. അവന് സ്കൂളിൽ നിന്ന് പുറത്താക്കിയതാണ്. അവര് പുറത്താവട്ടെ സാറേ, എന്തിനാ അവന്റെ കാര്യം പറയുന്നത്? അത് പറയാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഇല്ല, ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാണ്. ഇനി അങ്ങോട്ട് പോകുന്നില്ല. നിങ്ങൾക്ക് പറ്റിയ ജീവിതത്തിലെ പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണിത്. സാറേ, അതൊക്കെ വിട്. ഇവന്റെ കാര്യം ഒന്ന് പറയേ. നിങ്ങൾ വിടുന്ന് പറഞ്ഞാലേ, എൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ്. എനിക്ക് ഒരേ ഒരു ശത്രുവേ ഉള്ളൂ. അവനാണ് നിങ്ങൾ പോയി കണ്ടേക്കണം. അപ്പൊ അതെനിക്ക് എന്താ പ്രശ്നം പറയും. മോനപ്പോ എന്താണ് നമ്മൾ പറഞ്ഞു? മോനൊന്നും സംസാരിക്കുന്നില്ല മര്യാദക്ക്. എന്നാലും നിങ്ങൾ 1000 രൂപ അവന് കൊടുത്തു എന്ന് കേട്ടപ്പോ എനിക്ക് ആകെ ഒരു അതല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ ഫ്രാങ്കായിട്ട് പറയണം. ഇവൻ പാരിജാതൻ എന്നെപ്പറ്റി എന്തെങ്കിലും മോശമായിട്ട് നിങ്ങളെടുത്ത് പറഞ്ഞോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ സത്യത്തിൽ ഇവിടെ എന്തിനാ ഇരിക്കുന്നത്? അല്ല, എന്തിനാ ഇരിക്കുന്നത്? എന്ത് മോട്ടിവേറ്റ് ചെയ്യുന്നു? നിങ്ങൾ എന്താണ് ഈ മോട്ടിവേറ്റ് ചെയ്യുന്നത്? നിങ്ങൾ അങ്ങനെ സംസാരിക്കുന്നത്? എങ്ങനെ സംസാരിക്കാതിരിക്കും? പിന്നെ ഞങ്ങളൊരു കാര്യത്തിന് വേണ്ടി വന്നതല്ലേ. നിങ്ങൾക്ക് ഒരാളെ കണ്ടുകൂടാ, കണ്ടത് നേരെ കണ്ടുകൂടാ എന്ന് വിചാരിച്ചിട്ട് ഈ വരുന്ന ആളുകളോട് മുഴുവൻ നിങ്ങൾ അയാളെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നാല് ഇപ്പൊ എനിക്ക് കാര്യങ്ങൾ പിടികിട്ടി. എന്ത് പിടികിട്ടി നിങ്ങൾക്ക്? എന്നെപ്പറ്റി പ്യാരിജാതൻ വളരെ മോശമായിട്ട് എന്തോ നിങ്ങളെടുത്ത് പറഞ്ഞു. അത് നിങ്ങളുടെ ഉള്ളിലിട്ടിട്ടാണ് നിങ്ങളിപ്പോൾ എന്നോട് ഈ സംസാരിക്കുന്നത്. എനിക്കറിയാം, എനിക്കത് മനസ്സിലായി. എന്തൊരു കഷ്ടപ്പാടാണ്. എങ്ങനെ വന്നു പെട്ടാലും ഇതേപോലുള്ള ആളുകളെടുത്താണല്ലോ വന്നു. നിങ്ങൾ, ഞാൻ പറഞ്ഞില്ലേ, അവൻ എനിക്കറിയാം. ആ ചെറ്റ എന്നെ പറ്റി പറയാം. മോട്ടിവേഷൻ വേണ്ട, ഒരു മണ്ണാങ്കട്ടിയും വേണ്ട. പ്ലീസ് റിലാക്സ് ചെയ്യും. എനിക്കൊരു 15 മിനിറ്റ്സ് നിങ്ങൾ തരുമോ? മോനെ ഓർത്തിട്ട് വെറും 15 മിനിറ്റ് എനിക്ക് തരുമോ? തന്നാൽ ആ പ്യാരിജാതൻ എന്ന് പറഞ്ഞ പട്ടിയിലെ തെണ്ടി ചേട്ട, അവന്റെ ലൈഫ് ഹിസ്റ്ററി, അവന്റെ ജീവ ചരിത്രം മുഴുവനും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരുപാട് പറയാനുണ്ട്. 15 മിനിറ്റ് ഞാൻ പറഞ്ഞു തീർത്തരാം. മാഡം അവന് ഒരുപാട് കാര്യങ്ങളുണ്ട്. അവൻ വെറും വൃത്തികെട്ടവനാണ്, അലവലാതിയാണ്. ആ അലവലാതിയുടെ കഥ കേൾക്കാൻ അവർക്ക് താല്പര്യമില്ല. 1000 രൂപ കൊടുത്തിട്ട് എൻ്റെ കഥ കേട്ടിട്ട് വന്നേക്കാം എന്നോട് വാദിക്കാൻ. ഈ ചെറുക്ക ഒരിക്കലും ഗുണം പിടിക്കില്ല. ഈ തന്തയുടെ അല്ലേ മോൻ? പ്യാരിജാത, നീ എന്നെ ഒരു രീതിയിൽ ജീവിക്കാൻ അനുവദിക്കൂല അല്ലേ? വെച്ചിട്ടുണ്ടോ നിനക്ക് ഞാൻ? ഇന്ന് ഞാൻ ഫ്രീ അല്ല. എൻ്റെ മൂഡ് പോയി.
അതായത് ഈ കുട്ടികൾ എന്ന് പറയുന്നത് പൊതുവെ കുട്ടികളില്ലാത്തവരുടെ ഒരു പ്രയാസം ഒരുപാട് ഞാൻ ഇങ്ങനെ കേൾക്കുന്ന ഒരാളായതുകൊണ്ട് കുട്ടികൾ നമുക്കുണ്ടാവുന്നത് തന്നെ വലിയൊരു വരദാനമാണ്. അപ്പോൾ ആ കുട്ടികളെ നമ്മൾ എങ്ങനെയാണ് ആ കുട്ടികളെ വളർത്തിയെടുക്കുന്നത് എന്നുള്ളതിൽ വളരെ പ്രാധാന്യമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ഒരു കാര്യം മനസ്സിലായോ? അപ്പം നിങ്ങളുടെ ഈ കുട്ടീനോടുള്ള പെരുമാറ്റത്തിൽ കുറച്ച് ദോഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് അവനോട് സംസാരിച്ചതിൽ നിന്ന് മനസ്സിലായത് ഞാൻ പറയുകയാണ് കേട്ടോ. ഈ കുട്ടികളോട് പെരുമാറുമ്പോഴേ നമ്മൾ ഈ മറ്റുള്ള ആളുകളുടെ മുമ്പിൽ വെച്ച് അവരെങ്ങനെ തരം താഴ്ത്തുന്ന രീതിയിൽ, അവരവഹേളിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ പാടില്ല. അതുപോലെ ഉറക്കെ സംസാരിക്കുന്ന ചില രീതി, നമ്മൾ വലിയ ആളുകളോട് സംസാരിക്കുന്ന പോലെയൊക്കെ ഈ കുട്ടികളോട് പെരുമാറി കളയും നമ്മൾ. അവൻ ശരിയല്ല, അവൻ അങ്ങനെയല്ല, ഇങ്ങനെ. പിന്നെ കമ്പാരിസൺ. ഇപ്പോൾ അടുത്ത വീട്ടിലെ കുട്ടികളെയൊക്കെ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. അവൻ ഇത്ര മാർക്ക് മേടിച്ചു, നിനക്ക് ഇത്ര മാർക്കേ ഉള്ളൂ, നീ എന്തിനു പഠിക്കാൻ വന്നു, നിന്നെ ഇങ്ങനെയൊക്കെ വളർത്തുന്നല്ലേ അല്ലേ? ഇത്തരത്തിലുള്ള കമ്പാരിസം വരുന്നതൊക്കെ അവർ വലിയ തരത്തിൽ അവരുടെ മനസ്സിൽ വലിയ ഒരു ക്ഷതം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഈ കുട്ടി മാനസികമായിട്ട് വല്ലാതെ ആളുകളോട് പെരുമാറുന്ന കാര്യത്തിൽ വരെ വല്ലാതെ ഡൗൺ ആയിട്ടുണ്ട്. അവനൊരാളെ ഫേസ് ചെയ്യാൻ ഒരു വല്ലാത്ത ഭയം അവൻ്റെ ഉള്ളിൽ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഒരു വീട്ടിൽ കുട്ടികളെ വളർത്തിയെടുക്കുന്നത് നമ്മുടെ മക്കൾ എന്നുള്ള രീതിയിൽ മാത്രമല്ല, ഈ സമൂഹത്തിന് നാളെ ഉപകാരപ്പെടേണ്ട വ്യക്തി കൂടി എന്നുള്ള നിലയ്ക്കാണ്. ഡോക്ടറെ, സത്യം പറഞ്ഞാൽ ഡോക്ടർ പറഞ്ഞ ഇത്തരം കാര്യങ്ങളെ പറ്റിയൊന്നും ഞങ്ങൾ വേണ്ടത്ര ശ്രദ്ധിച്ചിട്ടില്ല. ഇപ്പോൾ ഉജ്ജ്വലിൻ്റെ കാര്യത്തിൽ ഒരു 2-3 സെറ്റിങ് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവനെ ശരിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അതിൽ ഒരു ശ്രദ്ധ ഉണ്ടാവണം കേട്ടോ. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. ശരി, വലിയ ഉപകാരം. സുഖാട്ടാ, വൈകുന്നേരത്തെ ഇങ്ങോട്ട് പോയി നിങ്ങൾ. ഞാൻ പോണില്ല, എന്നാലോ എനിക്കിപ്പോ പോയിട്ട് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലേ. ഡോർ അടയ്ക്കണമെന്ന് അറിയാൻ പാടില്ല പൊട്ട. ഓ മണ്ടു, ഇത്ര നേരം ഡോക്ടർ പറഞ്ഞത് എന്താണ്? നിന്റെ തലക്കകത്ത് എന്താണ്? പിന്നെ ഇമ്മാരി കുരുത്തക്കേട് കാണിച്ച് പറയാതിരിക്കാൻ പറ്റുമോ? സത്യ ഒരു കാര്യം ഇപ്പൊ മനസ്സിലായി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേഴ്സണാലിറ്റി ക്ലാസ്സും കൗൺസിലിംഗും ഒക്കെ കൊടുക്കേണ്ടതേ പിള്ളേർക്കല്ല, നിങ്ങൾ രക്ഷകർത്താക്കൾക്കാ. മറിമായം